വെൽക്കം ടു വിസ്ഡം ഹബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും അസാധാരണ ഫക്ട്. 70 വർഷമായി ഒരു ക്ഷേത്രത്തിന് കാവൽ നിൽക്കുന്ന സസ്യാഹാരിയായ മുതല. കേരളത്തിലെ കാസർഗോഡിലുള്ള അനന്തപുര തടാക ക്ഷേത്രത്തിലെ പുണ്യകുളത്തിലാണ് ബബിയ താമസിച്ചിരുന്നത്. 9ാം നൂറ്റാണ്ടിൽ ഭഗവാൻ അനന്തപത്മനാഭന് സമർപ്പിച്ചിരുന്ന ഒരു ശാന്തമായ ക്ഷേത്രമാണിത്. വെള്ളത്താൽ ചുറ്റപ്പെട്ട ഈ ക്ഷേത്രം അതുല്യമാണ്. തിരുവനന്തപുരത്തെ പ്രശസ്തമായ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ യഥാർത്ഥ ഇരിപ്പിടമാണ് ഇതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിന്റെയും പരിസരത്തിന്റെയും അനൗദിക സംരക്ഷകനായി ബബിയ കണക്കാക്കിയിരുന്നു. ഒരു യഥാർത്ഥ സസ്യാഹാരി മുതല ബബിയ സസ്യാഹാരം മാത്രം കഴിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പ്രത്യേകിച്ച് ക്ഷേത്ര പൂജാരിമാർ ദിവസവും നൽകുന്ന പ്രസാദം അത് പലപ്പോഴും വേവിച്ച അരിയും ശർക്കരയുമായിരുന്നു. യഥാർത്ഥത്തിൽ ശ്രദ്ധേയമായ ഒരു കാര്യം, അദ്ദേഹം ഒരിക്കലും മാംസാഹാരം കഴിച്ചിട്ടില്ല. അദ്ദേഹം താമസിച്ചിരുന്ന കുളത്തിലെ നിരവധി മത്സ്യങ്ങളെ വേട്ടയാടുന്നത് ഒരിക്കലും ആരും തന്നെ കണ്ടിട്ടില്ല. ഈ അപൂർവ ഭക്ഷണ രീതി അദ്ദേഹത്തിന് ഇന്ത്യയിലെ ഏറ്റവും സസ്യാഹാരിയായ മുതല എന്ന പദവി നേടിക്കൊടുത്തു. ഭക്തസൗഹൃദപരമായ സാധാരണ മുതലകളിൽ നിന്ന് വ്യത്യസ്തമായി ബബിയ അവിശ്വസനീയമാം വിധം ശാന്തനും അക്രമരഹിതനുമായിരുന്നു. ക്ഷേത്ര പുരോഹിതന്മാരും പരിചാരകരും പതിവായി കുളത്തിലിറങ്ങി കൈകൊണ്ട് ഭക്ഷണം കൊടുക്കുമായിരുന്നു. കുട്ടികളോടോ അടുത്തു വരുന്ന കൗതുകകരമായ സന്ദർശകരോടോ പോലും ബബിയ ഒരിക്കലും ആക്രമണം കാണിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ സൗമ്യമായ സ്വഭാവം അദ്ദേഹത്തിന്റെ ആത്മീയ പ്രധാനത്തെ കൂടുതൽ ആഴത്തിലാക്കി. ഒരു ദൈവിക വ്യക്തിയായി കണക്കാക്കപ്പെടുന്ന ബബിയ വെറുമൊരു ക്ഷേത്ര ചിഹ്നം മാത്രമായിരുന്നില്ല, ഒരു ദിവ്യജീവിയായി അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. ക്ഷേത്ര സംരക്ഷണത്തിനായി അനന്തപത്മനാഭൻ തന്നെ അദ്ദേഹത്തെ അയച്ചതെന്നാണ് നാട്ടുകാർ വിശ്വസിക്കപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ശുഭസൂചകമായി കണക്കാക്കപ്പെട്ടു. കൂടാതെ നിരവധി തീർത്ഥാടകർ അവരുടെ സന്ദർശന വേളയിൽ അദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിലൂടെ അനുഗ്രഹീതരായി. ഒരു മഗർ മുതലയുടെ ശരാശരി ആയുസ് 40 മുതൽ 60 വർഷമാണെങ്കിലും ബബിയ 70 വർഷത്തിലധികം ജീവിച്ചുവെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ചിലർ അതിലും കൂടുതൽ കാലം ജീവിച്ചിരുന്നു എന്നും പറയുന്നു. അസാധാരണമായി ദീർഘവും സമാധാനപരവുമായ അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢമായ പ്രഭാവലയത്തിന് ആക്കം കൂട്ടി. കൂടില്ല, ഭയവുമില്ല. ബബിയയെ ഒരിക്കലും തടവിലാക്കിയതുമില്ല. അവനെ അകത്തേക്കോ മറ്റുള്ളവരെ പുറത്തു നിർത്തുന്നതിനോ ക്ഷേത്രം ഒരിക്കലും തടസ്സങ്ങൾ നിർമ്മിച്ചിരുന്നില്ല. ക്ഷേത്രകുളത്തിൽ ചുറ്റി നടക്കാനോ പുറത്തു പോകാനോ അദ്ദേഹത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരിക്കലും അങ്ങനെ ചെയ്തില്ല. ഈ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നിട്ടും 2022 ഒക്ടോബറിൽ അദ്ദേഹം മരിക്കുന്നതുവരെ അദ്ദേഹം ക്ഷേത്രത്തിനുള്ളിൽ തന്നെ തുടർന്നു. ആളുകളുമായും മൃഗങ്ങളുമായും അദ്ദേഹം സമാധാനപരമായി സഹപ്രവർത്തിക്കുന്നത് ഐക്യത്തിന്റെ പ്രതീകമായി കണക്കാക്കപ്പെട്ടു. 2022 ഒക്ടോബർ 9 ബബിയ അന്തരിച്ചപ്പോൾ ആചാരപരമായ വിടവാങ്ങൽ നൽകി ആദരിച്ചു. ഇന്ത്യയിലുടനീളമുള്ള ഭക്തരെ ആ വാർത്ത ദുഃഖത്തിലാഴ്ത്തി. പുഷ്പഘോഷയാത്രയായും ആദരണീയരായ വ്യക്തികൾക്ക് മാത്രമായി നിശ്ചയിച്ചിരിക്കുന്ന അന്തിമ ചടങ്ങുകളും ഉൾപ്പെടെ പൂർണ്ണ ബഹുമതികളോടെ ഒരു പരമ്പരാഗത ഹിന്ദു രീതിയിലുള്ള ശവസംസ്കാരം അദ്ദേഹത്തിന് നടത്തി. ചടങ്ങ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പദവിയും സമൂഹത്തിലെ ആത്മീയ പങ്കും പ്രതിഫലിപ്പിച്ചു. ഇതേപോലുള്ള കൂടുതൽ അറിവുകൾക്കായി ഇപ്പോൾ തന്നെ വിസ്ഡം ഹബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.